നമസ്കാരം. സംസ്ഥാനത്തെ ഗതാഗത നിയമങ്ങൾ കർശനമാക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ പരിഷ്കാരം കൊണ്ടുവരാനും മുൻകൈയെടുക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ നിയമക്കുരുക്കിലേക്ക്. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപേ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമുള്ള രേഖകൾ പ്രകാരം ഗണേഷ് കുമാറിന്റെ ജനന തീയതി 1966 മെയ് 25 എന്നാൽ അദ്ദേഹത്തിന് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് 1984 ഫെബ്രുവരി 13 ലൈസൻസ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 17 വയസ്സും 8 മാസവും മാത്രമായിരുന്നു. തിരുവനന്തപുരം RT ഓഫീസിൽ നിന്നാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നിയമസഭാ രേഖകളിലും ഇതേ ജനന തീയതി തന്നെയാണ് മന്ത്രി നൽകിയിട്ടുള്ളത് എന്നത് വസ്തുതയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ മോട്ടോർ വാഹന നിയമപ്രകാരം ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനും ലൈസൻസ് ലഭിക്കുന്നതിനും കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ലൈസൻസ് നൽകിയത് ഗുരുതരമായ ചട്ടലംഘനമാണ്. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പലതവണ ലൈസൻസ് പുതുക്കി നൽകിയിട്ടും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ജനന തീയതിയും ലൈസൻസ് നൽകിയ തീയതിയും തമ്മിലുള്ള വൈരുദ്ധ്യം പരിശോധിച്ചില്ല എന്നത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മന്ത്രിയായ ശേഷം 2024 നവംബർ 4 അദ്ദേഹം അവസാനമായി ലൈസൻസ് പുതുക്കിയത്. സെക്രട്ടേറിയറ്റിലെ അഡ്രസ്സാണ് ഇതിനായി നൽകിയിരിക്കുന്നത്. നിലവിലെ ചട്ടങ്ങളനുസരിച്ച് നിയമപരമായ പ്രായം പൂർത്തിയാകുന്നതിന് മുൻപാണ് ലൈസൻസ് നേടിയതെന്ന് കണ്ടെത്തിയാൽ ആ ലൈസൻസ് റദ്ദാക്കേണ്ടതുണ്ട്. ലൈസൻസ് റദ്ദാക്കുന്നതിന് മുന്നോടിയായി ബന്ധപ്പെട്ട വ്യക്തിക്ക് വിശദീകരണം നൽകാൻ നോട്ടീസ് നൽകണം. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് അസാധുവാക്കാം. ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളിലും റോഡ് സുരക്ഷാ നിയമങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന മന്ത്രി തന്നെ ഇത്തരമൊരു വിവാദത്തിലകപ്പെട്ടത് സർക്കാരിനും ഗതാഗത വകുപ്പിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ലൈസൻസ് ലഭിച്ച സമയത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണോ അതോ സ്വാധീനം ഉപയോഗിച്ച് നേടിയതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും സാങ്കേതികമായി ഈ ലൈസൻസ് നിലനിൽക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. മന്ത്രിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് രംഗത്ത് വന്നു. 18 വയസ്സ് തികയുന്നതിന് മുൻപേ ഗണേഷ് കുമാർ ലൈസൻസ് സ്വന്തമാക്കിയെന്നും അതിനാൽ അതുടൻ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകി. ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണെന്നിരിക്കെ മന്ത്രി ഇത് ലംഘിച്ചെന്നാണ് പരാതിക്കാരൻ്റെ വാദം. പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ ലൈസൻസ് നേടിയത് ഗുരുതരമായ ചട്ടലംഘനമാണ്. നിയമവിരുദ്ധമായി നേടിയ ലൈസൻസ് റദ്ദാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളും ലൈസൻസ് നൽകുന്നതിലെ കർശന നിയന്ത്രണങ്ങളും മന്ത്രി നടപ്പിലാക്കി വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ തന്നെ ഇത്തരമൊരു പരാതി ഉയർന്നിരിക്കുന്നത്. ലൈസൻസ് നേടുന്നവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പരിശോധിക്കാൻ സൂപ്പർ ചെക്കിംഗ് അടക്കമുള്ള കർശന നടപടികൾ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾക്ക് മിന്നൽ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പഠിച്ചിറങ്ങി ലൈസൻസ് നേടിയവരെ വിളിച്ചു വരുത്തി വാഹനം ഓടിപ്പിക്കുമെന്നും മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ലൈസൻസ് നേടിയ പലർക്കും വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും സൂപ്പർ ചെക്കിങ്ങിൽ പരാജയപ്പെട്ടാൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ വിളിച്ചു വരുത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സൂപ്പർ ചെക്ക് പരിശോധന നടത്താൻ മന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നു. റോഡ് അപകടങ്ങൾ തടയാൻ സെമിനാർ അല്ല ട്രെയിനിങ് വേണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ MVD ഉദ്യോഗസ്ഥർ ട്രെയിനിങ് നൽകണമെന്നും കെ.ബി. ഗണേഷ് കുമാർ മുൻപ് വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർക്കാവണം ഇത്തരത്തിൽ പരിശീലനം നൽകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ അടിമുടി ഗതാഗത രംഗത്ത് പരിഷ്കാരങ്ങൾ വരുത്തുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേരിലുള്ള ഈ ആരോപണം വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ചർച്ചയായേക്കാം.